പരീക്ഷയ്ക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾ വാഗ്ദാനം ചെയ്ത് 10ാം ക്ലാസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വിവാദത്തിലായ യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻസ് SSLC സയൻസ് വിഷയങ്ങളിൽ ഉറപ്പുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വാട്സപ്പ് വഴി നൽകാമെന്നാണ് പരസ്യ സന്ദേശം. വാട്സപ്പിൽ നൽകിയ നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ചപ്പോൾ A+ ഉറപ്പ് പറയാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി. A+ ലഭിക്കണമെങ്കിൽ പഠിക്കണമെന്നും ഉപദേശം. ആ പ്രതികരണത്തിലേക്ക് നമ്മൾ ഈ ഒരു MS സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരുപാട് വർഷങ്ങൾ മുന്നേ തന്നെ നമ്മളൊരു മെറ്റീരിയൽ വിൽക്കാറുണ്ടായിരുന്നു. ഓക്കെ, ആ മെറ്റീരിയലിന്റെ PDF നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പോസ്റ്റൽ വഴിയൊക്കെ എത്തിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മെറ്റീരിയലിന്റെ PDF ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. 10-20 ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കില്ല, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു 150, 200, 250ഓളം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും ഒരു സബ്ജക്റ്റിൽ നിന്ന്. A+ ഉറപ്പിക്കാന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ അതിൽ നിങ്ങളുടെ മുൻ വർഷങ്ങൾ, ഒരുപാട് വർഷങ്ങൾ മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ പഠിച്ചെടുക്കുന്നത് പോലെയാണ് ഇരിക്കുക. അല്ലാതെ A+ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ല അതിൽ വരുന്നത്. വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. രാഹുൽ, ഗുഡ് ഈവനിങ് അഗെയിൻ. അപ്പോൾ രാഹുൽ വീണ്ടും ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയായി A+ കിട്ടുമോന്നൊക്കെ ചോദിച്ച ചോദ്യത്തിന് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായി ആണിപ്പം ഫോൺ ചെയ്തത്. അപ്പോൾ അതിനവർ പറയുന്നത് A+ കിട്ടണമെങ്കിൽ പഠിക്കണം, ഉറപ്പുള്ള ചോദ്യം. അതിപ്പോൾ അവർ പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് കോമൺ സെൻസ് ഉള്ള ആർക്കും അറിയുന്നതല്ലേ. പഴയ വർഷങ്ങളിലെ ചോദ്യപേപ്പർ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു 70% ചോദ്യങ്ങൾ റിപ്പീറ്റ് ആകുന്നു. അതിനിപ്പോൾ അവർ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ PDF ഒക്കെ തരേണ്ടത് നമുക്കത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ സ്കൂളുകളിലൊക്കെ ലഭിക്കുന്നതല്ലേ. എന്താ ഇത് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ക്രിസ്റ്റീന, ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ ആ പരസ്യത്തിൽ കാണുന്ന ഒരു നമ്പറിലാണ് ഞാൻ വിളിച്ചത്. വിദ്യാർത്ഥി എന്ന് പരിചയപ്പെടുത്തിയ ശേഷം തന്നെയാണ് ഞാൻ അവരുമായി സംസാരിച്ചത്. അപ്പോൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ ചോദ്യപേപ്പർ എങ്ങനെ ലഭിക്കും, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട മറുപടി 199 രൂപ നൽകിയ ശേഷം അതിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കണം, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നൽകുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ചോദിച്ചത് എത്ര ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചു. അതിനാണ് വിചിത്രമായൊരു മറുപടി ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ നൽകിയത്. 1-2 ചോദ്യങ്ങളോ 1-2 ഉത്തരങ്ങളല്ലോ അല്ല അവർ നൽകാൻ പോകുന്നത്. കഴിഞ്ഞ 5 വർഷത്തിലെ പുറത്തു വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും, അത് ഏതാണ്ട് 200ഓളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ 200 രൂപ നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് വാട്സപ്പിലേക്ക് അയച്ചു നൽകുക എന്നാണ് അവർ പറഞ്ഞത്. അതുമാത്രമല്ല, നമ്മൾ പഠിക്കുകയും വേണം. പല കുട്ടികളും ഈ പരീക്ഷ പേപ്പർ ലഭിക്കുകയാണെങ്കിൽ പുസ്തകം പഠിക്കേണ്ടല്ലോ, അത് മാത്രം പഠിച്ചാൽ മതിയല്ലോ എന്നോർത്തിട്ടാണ് പലപ്പോഴും 199 രൂപ അയക്കുന്നത്. നമുക്കറിയാം, ഏത് വിദ്യാർത്ഥിയുടെ കയ്യിൽ ഇന്നൊരു 199 രൂപ എടുക്കുന്നതിന് യാതൊരു കുറവുമില്ല. ഈ പരസ്യം കാണുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിയും ആദ്യം 199 രൂപ അയക്കും. അതിനുശേഷം ഈ പരീക്ഷ പേപ്പർ കയ്യിൽ ലഭിക്കുമ്പോഴായിരിക്കും ഈ തട്ടിപ്പ് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പറയുന്ന പോലെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ ലഭിച്ച ശേഷം ഓരോ വിഷയങ്ങൾക്കും 200 ചോദ്യവും ഉത്തരവും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ക്രിസ്റ്റീന പറയുന്ന പോലെ ആ 199 രൂപ കൊടുത്ത് ആ ചോദ്യപേപ്പറും ഉത്തരവും വാങ്ങേണ്ട, സ്വന്തം പുസ്തകം പഠിക്കുകയാണെങ്കിൽ പൈസ മുടക്കാതെ തന്നെ നമുക്ക് ഫുൾ A+ വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് നമുക്കും ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്താണെങ്കിലും മറ്റൊരു തട്ടിപ്പാണ് MS സൊല്യൂഷൻ ഇപ്പോൾ നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. A+ നൽകാമെന്ന വാഗ്ദാനം കുട്ടികൾക്ക് നൽകിയ ശേഷം മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറാണ് അവർക്ക് ഇത്തരത്തിൽ അയച്ചു നൽകുന്നത്. അത് മെറ്റീരിയൽ PDF ആയി നൽകുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഈ പോസ്റ്റൽ വഴിയൊക്കെ നൽകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇമെയിൽ വഴി നിങ്ങൾക്ക് അയച്ചു നൽകാമെന്ന വാഗ്ദാനം കൂടി നമുക്ക് അവർ നൽകിയിട്ടുമുണ്ട്. ക്രിസ്റ്റീന, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്ന്. എന്തായാലും അത് നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയായി രാഹുൽ കൊണ്ടുവന്നതാണ്. അതിനെ കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കുറച്ച് നാൾ അധ്യാപികയായി പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, ഒരു 3 മുതൽ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കളക്ട് ചെയ്ത് സ്വന്തം നിലയിൽ കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ കിട്ടും, അത് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇല്ലാതെ വെറുതെ നിങ്ങൾ ഇത്തരം, ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒക്കെ കുറച്ച് സമയം അന്ന് നമുക്ക് വി ഗൈഡ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ പഴയ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ലേബറിന്റെ ഉണ്ടായിരുന്നു,